കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ. എല്ലാ കൊല്ലവും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് നീ കൃഷ്ണവേഷം കെട്ടരുതെന്ന്. എന്ത് ചെയ്യാനാ അമ്മ, കൂട്ടത്തിൽ കാണാൻ കൊള്ളാന്നോട്ട ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഏത് കൃഷ്ണയുടെ താടിയുള്ളത്? താടി ഉണ്ടായിരുന്നു, അന്ന് ബാർബർ ഷോപ്പില്ലല്ലോ. ഗുരുത്വദോഷം പറയരുത്. ഇവിടുന്നാ തുടക്കം. ഐശ്വര്യായിട്ട് ഒരു 50 രൂപ കൈനീട്ടിട്ടുള്ളൂ. പിന്നെ 50 രൂപ എന്നാ 49 രൂപ എന്നാലും മതി, ചെലവുണ്ട് ഇതിനൊക്കെ. അതുകൊണ്ടാ. എവിടെ മാധവൻ? കൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ. അമ്മേ, അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കിണ്ടി മൊന്ത നിർത്ത് പുറത്തു വെക്കരുതെന്ന്. ഇതിന്റെ ഉടമസ്ഥന്മാര് കണ്ടിട്ട് എടുത്തോണ്ട് പോയാ പിന്നെ പണിയെടുത്ത് വെറുതെ ആവേ. എങ്ങനെയുണ്ടായിരുന്നടാ വരവ്? വരണ വഴിക്ക് നമ്മുടെ ഈ കൃഷ്ണനെ ആ പൊതുവാലിന്റെ പട്ടി ഓടിച്ചിട്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല. കൃഷ്ണന്റെ വേടത്തിൽ എപ്പ കണ്ടാലും ശരിയാണ്, ആ പണ്ടാരപ്പട്ടി എന്നെ ഓടിച്ചിടും. പിള്ളേച്ചനെ കണി കാണിച്ചാ പിള്ളേച്ചനെ ഉണർത്താനുള്ള പടക്കത്തിന് 10 രൂപ ചെലവാണ്. കൈ നീട്ടുണ്ടെങ്കിൽ 1 രൂപ വരും. നക്കിയാണ് പല നക്കി, അയാൾക്ക് കണിയും കിണിയൊന്നും വേണ്ട. എടാ, 1 രൂപ കൈനീട്ടം തരുന്നവനെ 50 പൈസ കൊണ്ട് ഉണർത്തണം, എന്നിട്ട് ഒരു ഉഗ്രൻ കണി കാണിക്കണം. ആരാടാ പടക്കം പൊട്ടിച്ച? അയ്യോ ചണ്ടി, 1 2 3 4 5 എന്റെ 5 വർഷം പോയി.